വന്യജീവിയുടെ ആക്രമണത്തില് ഇപ്പൊ ഒരു ജീവൻ കൂടെ പൊലിഞ്ഞു എന്നറിയാൻ സാധിച്ചു. വളരെ ഖേദകരം തന്നെയാണ്. പക്ഷേ ഇത്രയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഈ കാട്ടിന്റെ സൈഡിലും കാട്ടിന്റെ അകത്തും എല്ലാം മരണം നടന്നിട്ടും ഈ നാട്ടുകാരും ചിലതൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. നാട്ടുകാർ ശ്രദ്ധിക്കുന്നില്ല എന്ന് വെക്കും. സ്ഥിരമായി ഇറങ്ങുന്ന സ്ഥലത്താണെങ്കിൽ അതിനുള്ള മുൻകരുതൽ എടുത്തിട്ട് വേണം ഈ വൈകുന്നേരങ്ങളിലൊക്കെ സഞ്ചരിക്കാൻ. അതുണ്ടായോ ഇല്ലയോ എന്ന് എനിക്ക് ഇപ്പൊ ഇത്തരണത്തിൽ പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ ഈ കാട്ടാന കൊണ്ടുള്ള മരണങ്ങൾ വളരെ കൂടുതലായി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ കാര്യമായിട്ട് ആർക്കും സാധിക്കുന്നില്ല. അഥവാ ചില പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത് ഒരു ശാശ്വതമായ പരിഹാരമായി തോന്നുന്നുമില്ല. പക്ഷെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അവിടുത്തെ നാട്ടുകാർ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കുന്ന നാട്ടുകാരുടെ ഒരു അഭിപ്രായം കൂടെ സ്വരൂപിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എനിക്കിപ്പോ പറയാനുള്ളത്. ഡോക്ടർ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ നമുക്കറിയാമല്ലോ, ഈ ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ എത്തുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമാകുന്നത്. അതിനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ അവിടെ എന്ത് പരിഹാരമാണ് വനം വകുപ്പിന് ചെയ്യാനാവുക എന്നാണ് മനസ്സിലാക്കുന്നത്? കാടിനോട് ചേർന്ന പ്രദേശങ്ങളിൽ വനം വകുപ്പ് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം പര്യാപ്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം അവര് ഹാങ്ങിങ് ഫെൻസ് മാതിരിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ചിലരുടെ ട്രെഞ്ച് കുഴിച്ചുകൊണ്ടിരിക്കുന്നു, ചിലരുടെ റെയിൽ ഫെൻസിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ ആനയെ ആന ഇറങ്ങുന്ന ഏരിയയില് ഇപ്പൊ പല സ്ഥലങ്ങളിൽ ചെയ്തു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനങ്ങൾക്ക് ഈ മാറിപ്പോകാനുള്ള ഇന്ന സ്ഥലത്ത് ഇന്ന ആനയുണ്ടെന്ന് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അതിന്റെ അലാറം കിട്ടുകയും ജനങ്ങൾക്ക് മാറിപ്പോകാൻ സാധിക്കുന്ന വിധത്തിലുള്ള വല്ല പ്രക്രിയകൾ ഉടനെ തന്നെ ഗവൺമെന്റ് ആരംഭിക്കണം എന്നാണ് ഇത്തരണത്തിൽ കൂടെ എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.